ആചരിക്കാത്തതിന് തന്നെയല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്? അല്ല, നബി സ്വഹാബത്ത് ആചരിക്കാത്തതിന് സ്വഹാബത്ത് നിങ്ങളതിൽ വെറുതെ കൂട്ടി, അത് ആരും പറഞ്ഞിട്ടില്ല. അത് വഹാബികൾ മാത്രം നിർമ്മിച്ചുണ്ടാക്കിയതാണ് ബിദ്അത്തിൽ. ബിദ്അത്തിന്റെ നിർവചനം ഞാനിവിടെ വളരെ വ്യക്തമായി ഇമാം നവവിയെയും അല്ലാമ അബൂശാമയെയും ഇബ്നു ഹജറിനെയും ഒക്കെ ഉദ്ധരിച്ചിട്ട് വിവരിച്ചു. ഒന്നുകിൽ വിവരിക്കേണ്ടത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ഇജ്മാഇനോ സുന്നത്തിനോ കിതാബിനോ അസറിനോ വിരുദ്ധമായി നിർമ്മിച്ചുണ്ടാക്കപ്പെട്ടത് എന്നാണ്. അങ്ങനെയുള്ളതല്ല മൗലിദ് എന്ന് ഇത് വിവരിച്ച എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ബിദ്അത്തിന്റെ അർത്ഥം നബിയുടെ കാലത്തില്ലാത്തത് എന്നാണ്. സ്വഹാബത്തിന്റെ കാലത്തുണ്ടായാലും ഇല്ലെങ്കിലും ശരി, ആയിഷാ ബീവിന്റെ കാലത്തുണ്ടായാലും ഇല്ലെങ്കിലും ശരി, മദ്ഹബിന്റെ ഇമാമുകളുടെ കാലത്തുണ്ടായാലും ഇല്ലെങ്കിലും ശരി, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും നബിയുടെ കാലത്തില്ലയോ അതൊക്കെ ബിദ്അത്താണ് എന്നാ പിന്നെ ഒരു നിർവചനം. ആ നിർവചന പ്രകാരം ഇവരുടെ ഒന്നും കാലത്തില്ലാത്തത് ഹറാമാകുന്നു എന്നത് നിർമ്മിച്ചുണ്ടാക്കപ്പെടുന്നതാണ്. ഒരു കിതാബിലും അതിന് രേഖയില്ല. അതാരെങ്കിലും പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. അൽ ഹാവി എന്ന ഗ്രന്ഥത്തിൽ ഇമാം സഖാവി പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് സുഹൃത്തെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഹാവി രണ്ടും നിങ്ങളെ വളരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് രണ്ടാം ഭാഗം. എന്താണ് ഹാവിയിൽ ഫത്താവ എന്ന കിതാബ്? ഇതാ ഹാവി എന്ന കിതാബിൽ ഒന്നാം ഭാഗം. ഹാവി എന്ന കിതാബിൽ മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ് എന്ന തന്റെ ലഘു കിതാബിനെ ഉദ്ധരിക്കുകയാണ് ചെയ്തത്. ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ്, ഇത് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ സ്വതന്ത്ര രചനയാണ്, റിസാല. ആ റിസാലയെ ഹാവി എന്ന കിതാബിലെ 1-ാം വാല്യം 189 മുതൽ 197 വരെ പേജുകളിലായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഉദ്ധരണിയിൽ ഫാക്കിഹാനി എന്ന് പറയുന്ന ഒരാൾ നിരോധിക്കുകയും വിമർശിക്കുകയും ചെയ്തു. അയാൾ മാലിക്കി മദ്ഹബുകാരനാണ്. മാലിക്കി മദ്ഹബുകാരനായ ഫാക്കിഹാനി എന്ന ഒരാളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള ഭാഗമാണ് നിങ്ങളെ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നതൊക്കെ. ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗം എടുത്തിട്ട് പറയും ഹാവിയിൽ സുയൂത്തി പറഞ്ഞിരിക്കുന്നു. കള്ളമാണത്. വഹാബികൾ പറയുന്ന കല്ല് വെച്ച നുണ. ഹാവിയിൽ ഈ പറയുന്നത് ഫാക്കിഹാനി പറയുന്നു ഇങ്ങനെ, അത് ഗണനാർഹമാകുന്നു. പ്രമാണങ്ങളില്ലാന്ന് ഫാക്കിഹാനി പറയുന്നു. അല്ല, പ്രമാണങ്ങളുണ്ട്. അക്കാലൂനെ നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന് ഫാക്കിഹാനി പറയുന്നു. അല്ല, സദ്വൃത്തരായ നല്ല മനുഷ്യന്മാരുണ്ടാക്കിയതാകുന്നു. ഇങ്ങനെ സമർത്ഥിക്കുന്നിടത്ത് നിന്ന് ഫാക്കിഹാനി പറയുന്നു എന്ന ഭാഗം മാത്രം കല്ല് വെച്ച് നുണ പറയാനായിട്ട് എടുക്കുക. എന്നിട്ട് ഫാക്കിഹാനി പറയുന്ന ഭാഗ്യം ഒഴിവാക്കിയിട്ട് ഇമാം ഹാവിയിൽ സുയൂത്തി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. ഇതൊരു വളരെ ഗൂഢമായ തന്ത്രമാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നാൽ ഞാനത് വ്യക്തമായി കാണിച്ചു തരാം. ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദി എന്ന കിതാബ്, അതാണ് ഹാവിയിലുള്ളത്. അല്ലാതെ ഒന്നും മൗലിദിനെ കുറിച്ച് അതിൽ മൂപ്പർ സമർത്ഥിക്കുക ചെയ്യുന്നത് നല്ല സമർത്ഥനം. അദ്ദേഹത്തിന്റെ സമർത്ഥനം തന്നെ വൽ ജവാബ്, തുടക്കം തന്നെ നോക്കി. വൽ ജവാബ് عندي أن أصل عمل المولد الذي هو اجتماع الناس وقراءة ما تيسر من القرآن ورواية الأخبار الواردة في مبدأ عمد النبي صلى الله عليه وسلم وما وقع في مولده من الآيات ثم يمد لكم سماط يأكلونه وينصرفون من غير زيادة على ذلك هو من البدع الحسنة التي يثاب عليها صاحبها لما فيه من تعظيم قدر النبي صلى الله عليه وسلم وإظهار الفرح والاستبشار بمولده الشريف എന്ന ഇതിന്റെ തുടക്കം തന്നെ എങ്ങനെയാണ് അദ്ദേഹം പറയാം. ഇതിന്റെ ഉത്തരം അന്ന അസ്ല അമലിൽ മൗലിദില്ലദി ഹുവ ഇജ്തിമാഉൻ നാസി, അമലുൽ മൗലിദ് എന്ന മൗലിദ് കർമ്മത്തിന്റെ അടിസ്ഥാനം എന്താണ്? അമലുൽ മൗലിദ് ജനങ്ങൾ ഒത്തുകൂടുന്നു. ഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ, അത്യാവശ്യം ഖുർആനിൽ നിന്ന് അവർക്ക് സൗകര്യപ്രദമായി തോന്നുന്നു. റിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംരി നബി, നബി തങ്ങളുടെ ജന്മസമയത്തുണ്ടായ സംഭവങ്ങളെ കുറിക്കുന്ന ഹദീസുകൾ ഉദ്ധരിക്കുന്നു. വമാ വഖഅ ഫീ മൗലിദിഹി, നബിയുടെ ജന്മസമയത്തുണ്ടായിട്ടുള്ള മിനൽ ആയാത്ത്, മുഅ്ജിസത്തുകളും ദൃഷ്ടാന്തങ്ങളുമായ സംഭവങ്ങളും ഉദ്ധരിക്കുന്നു. സുമ്മ യുമദ്ദു ലഹും, എന്നിട്ട് മൗലിദ് ഓതിയ ആളുകൾക്ക് വേണ്ടി
നിവർത്തപ്പെടുന്നു. സിമാത്തുൻ ഭക്ഷണത്തിന്റെ സുപ്രകൾ യൗക്കുലൂനഹു വയൻസരിഫൂന എന്നിട്ട് അത് തിന്നിട്ട് അവർ പിരിയുന്നു. നിങ്ങൾ ഒരു സിയാദത്തിനലാലിക്ക ഇതിലപ്പുറം ഒരു പ്രവൃത്തിയും ദുഷിച്ച കർമ്മവും അതിലില്ല. ഇത്തരം നല്ല കർമ്മങ്ങൾ ഉറങ്ങുന്ന അമറുൽ മൗലിദിന്റെ അസ്ല് ഹുവ മിനൽ ബിദഇൽ ഹസനത്തി അത് നല്ല പുതിയ ആചാരങ്ങളിൽപ്പെട്ടതാണ്. അല്ലത്തി യുസാബു അലൈഹാ സ്വാഹിബുഹ അത് ചെയ്യുന്ന ആൾക്ക് പ്രതിഫലം കിട്ടപ്പെടും, അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടും, പുണ്യകർമ്മമാണ്. ലിമാ ഫീഹി മിൻ തഅലീമി ഖദരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം മഹത്വപ്പെടുത്തലാണ് ഈ കർമ്മത്തിലുള്ളത്. വ ഇൽഹാറിൽ ഫറഹി വൽ ഇസ്തിബ്ശാരി ബി മൗലിദിൽ ശരീഫ് നബി ജനിച്ചതുമായി ബന്ധപ്പെട്ട സന്തോഷം വെളിപ്പെടുത്തലുമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് ഇത് പ്രതിഫലാർഹമാണ്, പുതിയ ആചാരമാണെങ്കിലും എന്നാണ് ഹാബിയുടെ പ്രവാസത്തിൽ ഇമാം സുയൂത്തിയുടെ ഫത്വയുടെ തുടക്കം തന്നെ. പിന്നെ അദ്ദേഹം ഗണ്ണിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ഭാഗത്ത് ചിലർ പറഞ്ഞത് ഗണ്ണിക്കുന്നുണ്ട്. അതിനെയാണ് സഹാബി പറഞ്ഞതെന്ന് നുണ പറയുന്നത്, ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞെന്ന് നുണ പറയുന്നത്. ഇതൊന്നും നമ്മുടെ ഇമാമികൾ എവിടെയും ഉദ്ധരിച്ചിട്ടില്ല എന്ന് തെറ്റിദ്ധരിച്ച ആളാണെങ്കിൽ ബഹുമാനപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കണം. രണ്ടു മണിക്ക് അവസാനിപ്പിക്കണം. ഹലോ, ഞാൻ ചോദിച്ചതിനല്ലല്ലോ ഉസ്താദ് ഇത്രയും ദീർഘനേരം ഉത്തരം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് റസൂലും സഹാബത്തും താബികളും കാണിക്കാത്തൊരു വിഷയം ഇസ്ലാമിൽ സുന്നത്താകുമോ എന്നുള്ള ചോദിച്ചിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ആണ് എങ്കിൽ, അങ്ങനെ ആകും എന്നുണ്ടെങ്കിൽ എന്ത് ഈ സുന്നത്തിന് എന്താ നിർവചനം അത് പറഞ്ഞാൽ മതി. അല്ലാതെ ഇമാം സഹാബി പറഞ്ഞോ, ഞാൻ ഇമാം സഹാബി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഇമാം സഹാബിയും ഇതിനെ എതിർത്തിട്ടുണ്ട്, പിന്നെ ഇബ്നു ഹജർ അസ്ഖലാനി എതിർത്തിട്ടുണ്ട്. ഈ പിന്നെ സഹാബിയുടെ റിപ്പോർട്ടായിട്ട് ഹാബിയിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ വിഷയമല്ല വിഷയം. രണ്ടാമത് അവസാനത്തിൽ ഞാൻ സുഹൃത്ത് വളരെ ആസൂത്രിതമായി സമയം കളയാൻ വേണ്ടി മെനക്കെടാന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞ സംസാരം മുഴുവൻ നബിയുടെ കാലത്തും സ്വഹാബത്തിന്റെ കാലത്തും ഒന്നുമില്ലാത്തതാണെങ്കിലും പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണെങ്കിൽ